നല്ല സമയത്തായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഇൻട്രഡക്ഷനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും കുടുംബമായി അവസരം ഒരുക്കിയതായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ വരണം എന്ന പ്ലാൻ ചെയ്യുന്ന സമയത്തുണ്ട്. ഇൻഫാക്ട് ചില നാളുകൾക്ക് മുമ്പ് ഡോക്ടർ മാത്യുവിനെ അറിയുവാനും ICCയെ കുറിച്ച് കേൾക്കാനും നിങ്ങളുടെ നാട്ടിലുള്ള കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പം തന്നെ നൈജീരിയയിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ വെച്ചിട്ടുണ്ടെന്നും ആത്മാർത്ഥതയോടെ ദൈവസ്നേഹത്തോടെ വളരെ പ്രതിബദ്ധതയോടെ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകുന്ന ദൈവമക്കളുണ്ടെന്നും അറിയുവാനും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും ദൈവം അവസരം തന്നു. അങ്ങനെ നിങ്ങളുടെ ഈ മീറ്റിംഗിന് വരണം എന്ന് തീരുമാനിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ അത് സമ്മതിച്ചെങ്കിലും പല രീതി വിസ കിട്ടാൻ 12 ദിവസം എടുത്തു. അതിന് സ്റ്റാമ്പ് കിട്ടിയില്ല. ഡോക്ടർ മാത്യുവിനെ അറിയാൻ ചെറുപ്പക്കാരെ നല്ലോണം അറിയാം. കിട്ടാൻ ഡിലേ ആയി. ലാസ്റ്റ് മിനിറ്റിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് വന്നു. 2ാമത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഇന്ന് വന്ന് ദോഹയിൽ ഇറങ്ങിയപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് പോയിട്ടാണ് എന്നെ ആദ്യം ഇങ്ങോട്ട് വന്നത്. Your flight to Lagos is left. You cannot connect. You're disconnected. You're grounded. You can go tomorrow. So I said, no, I'm going today. I need to preach there. I said, no, flight will not go. I have to go today. They took me to another counter. Where religious other Kodoi out of the theater. Our flight is stuck on our phone before Metachi. Better the computer flight going down. I put the buying on the Chinese from the never I reach on the silent and bossy. സാക്ഷിക്കുവാനും ദൈവത്തെ സംസാരിക്കുവാനും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിൽ പറയുമോ സ്വന്തം പറയുമോ ചെയ്യുമോ നിങ്ങൾ 1 or 2 ഫ്രീ ആയിട്ട് പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഇറങ്ങി വരും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ചങ്ങലകൾ അഴിഞ്ഞു വരും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം
ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാ സമയത്തും ഞാൻ പ്രാർത്ഥിച്ച് പഠിക്കുമായിരുന്നു. പിറ്റേ ദിവസത്തെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് മിക്കവാറും തലേ ദിവസം ഞാൻ വായിക്കുന്ന പോർഷൻസ് ആയിരുന്നു. ഞാൻ സാക്ഷി പറഞ്ഞ് രക്ഷിക്കപ്പെട്ട സഹോദരിയാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ പാപ്പ തേച്ച് വഴക്കിലൂടെ സോപ്പോ പൈസകളോടൊക്കെ വന്ന് തേച്ച് വഴക്കി കിടന്ന സൈഡിൽ ഞാൻ കേട്ടു, കർത്താവേ ഈ പാപ്പ വൃത്തിയാക്കുന്നതോ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പൊ പാപ്പ കഴിയുമ്പോൾ സോപ്പം പറഞ്ഞൊരു പാത്രം കഴിയാം, ഓപ്പറേഷൻ ചെയ്യുമ്പോഴും സോപ്പം പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യാം. ഞാൻ പറയും, കർത്താവേ എനിക്ക് മുറിക്കാൻ അറിയാൻ കഴിക്കാൻ അറിയില്ല. അങ്ങനെ വലിയ സാഹചര്യത്തെ എന്റെ കൂടെ അദ്ദേഹത്തിലേക്ക് കടന്നു വരുവാനാണ്. തൃശ്ശൂരിന് പുറപ്പെട്ടിടം വരെ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ധാരാളം അനുഭവിക്കാൻ എല്ലാ തടസ്സങ്ങളെ മാറ്റി ഇന്ന് രാത്രി ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവശക്തി അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അധ്വാനിച്ച് ഉപവസിച്ച് ഒരു വലിയ ദൈവങ്ങളുടെ കൂട്ടമുണ്ടെന്നറിയാം. നിങ്ങൾക്കും എന്റെ പ്രത്യേകത ദൈവത്തിന്റെ എല്ലാവരെയും ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ദൈവം ആദ്യം കണക്കാക്കല്ല. ഈ ഒരു ഗ്ലാസ് വെള്ളം തമ്മിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അമർത്തി കുലുക്കി കാപ്പി തരണോ ദൈവം ന്യൂറോസർജറി വർക്ക് ചെയ്യുമ്പോൾ ഓഫ് ടീമും നോൺ പെയ്ഡ് ടീമും ഒക്കെ എടുത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ തമ്മിൽ ഹോസ്പിറ്റലിൽ കുട്ടിയുടെ ജീവൻ നമ്മുടെ ഹോസ്പിറ്റൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ താല്പര്യമില്ല. ദൈവം എന്തെങ്കിലും നന്മ തരുമ്പോ അതിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ വളർന്നു. അങ്ങനെയല്ല, ദൈവം അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ താത്ത ദൈവത്തെ നമ്മൾ പിൻവലിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അത് തന്നെയാണ് നമ്മുടെ വിഷയം. നമ്മൾ ഈ 2 ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കാലമാണ്. Seek the Lord while he may be found. Shall we get back to the word of God quickly and start getting the message this evening? നമുക്ക് വേഗത്തിൽ നോക്കാം. ആരെങ്കിലും മലയാളത്തിൽ വായിച്ച് സഹായിക്കുവാനാണ്. We will start with the word. ആദ്യമായി Isaiah 56 verse 6. ഏഷ്യ പ്രവചനം 56 അധ്യായം 16 ഭാഗം. ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷോ വായിക്കാം. യഹോവയെ സ്നേഹിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കും. 55 verse 6. Isaiah 55 verse 6. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കും, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചന്വേഷിക്കും. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കും. Seek the Lord while he may be found. ദൈവത്തെ കണ്ടെത്താവുന്ന ഒരു കാലം, എല്ലാവർക്കും പഠിക്കാൻ ഒരു കാലം. ഇനിയിപ്പോ ഞാൻ 1 ക്ലാസ് ഇരിക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. 1 ക്ലാസ് ഇരിക്കുമ്പോ പറയും നേരേക്ക് പോകരുത്, ചുമ്മാ കഴിയും. ഒരു പ്രാവശ്യം MBBS എക്സാമിനേഷൻ കിട്ടണം. ഒരിക്കലും കഥ ഉണ്ടാവും, നല്ലോണം തോന്നുന്നു നടക്കണം. ചില എഞ്ചിനീയർമാർ ഭാഗം കൊണ്ട് പറയുമ്പോൾ എപ്പോഴും റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഒരിക്കലും ജീവിക്കാവും, അത് നീക്കം പറ്റില്ല, അത് ശരിക്കും ചെയ്യാം. ഇന്ന് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുന്ന കാലമാണ്. ദൈവത്തെ അന്വേഷിക്കാൻ ആർക്കും സമയവും താല്പര്യവും ശക്തിയും മനസ്സിലാത്തപ്പോൾ ദൈവമക്കളെ ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുവാനാകട്ടെ. ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിക്കാൻ. സാധാരണ ഒരാൾ പീഡിയാട്രിക്സ് എപ്പോഴും അന്വേഷിക്കുന്നത് കുഞ്ഞു പരിഗണിക്കണം. ഓട്ടോമാറ്റിക്സ് എപ്പോഴും അന്വേഷിക്കുന്നത് എന്ത് കൊണ്ടുമ്പോഴാണ്. പോലീസുകാർ എപ്പോഴും അന്വേഷിക്കുന്നത് വല്ല കൊലപാതകമോ മോഷണമോ എന്നതാകുമ്പോഴാണ്. അല്ലാതെ ഡെയിലി രാവിലെ പോയി നമ്മുടെ നാട്ടിലെ SI ആരെങ്കിലും കണ്ടെച്ചു. ഇപ്പം ദൈവമക്കൾക്ക് കുഴപ്പം, ദൈവമക്കൾ ഇങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. പനി വന്ന ദൈവത്തെ അന്വേഷിക്കും, എന്തെങ്കിലും അപകടം പറ്റിയ ആക്സിഡന്റ് വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കും, വല്ല ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കും. അങ്ങനെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും മാത്രം അന്വേഷിക്കുന്ന ഒരു അന്വേഷണ സ്ഥലം, അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ സെന്റർ, അല്ലെങ്കിൽ ഒരു
ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഉത്തരം തരുന്ന ഒരു ഉത്തരത്തിന്റെ സ്ഥലം എന്ന് മാത്രമായി ദൈവം മാറിയിരിക്കുക. ദൈവം നമ്മളെ അങ്ങനെ ചെയ്യുന്നു. എന്റെ മകൻ എന്നെ എല്ലാ ദിവസവും ഫോൺ ചെയ്ത് കേൾക്കാൻ എനിക്ക് താല്പര്യം. അവന്റെ ഫോൺ ബില്ല് കൂടുന്നു പറഞ്ഞ് നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുകയില്ല. മക്കൾ എത്ര ദൂരെയാണെങ്കിലും ഒരു പ്രായമായ അമ്മച്ചനത്തേക്ക് വന്നു. മക്കളെല്ലാം കളിക്കാണ്, നല്ല നിലയിലിരിക്കും. അമ്മച്ചന് വളരെ സന്തോഷമാണല്ലോ, മക്കളെല്ലാം കളിക്കാണല്ലോ, ഇഷ്ടംപോലെ പൈസ അടിച്ചേർന്നല്ലോ. എന്റെ ഡോക്ടറെ എനിക്ക് അതൊന്നും അല്ല വേണ്ടി. അവന്മാരുടെയൊക്കെ ശബ്ദം കാണണം, ഇടയ്ക്കിടയ്ക്കാണ് ഓരോന്നേ കാണുന്നത്. ഒരു സാധാരണ നാട്ടിലെ ദേശത്തുള്ള അപ്പന് മക്കളെ കാണാൻ ഇത്രയും കൊതിയാണെങ്കിൽ, മക്കളുടെ ശബ്ദം കേൾക്കാൻ ഇത്രയും കൊതിയാണെങ്കിൽ, എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം ഏതൊരു പർവീസായി നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തോട് കൂടെ ആയിരിക്കുവാനായി. ദൈവം മനുഷ്യനെ അന്വേഷിച്ച് എല്ലാ ദിവസവും ഇറങ്ങി വരുമായിരുന്നു. മനുഷ്യൻ ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ അടുത്തൊരു ബന്ധം ദൈവവും മനുഷ്യനുമായി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പാപം നിമിത്തം അത് അകന്നു. ഇന്ന് മനുഷ്യന്റെതായ ബന്ധപ്പാടുകൾ നോക്കി ആവശ്യത്തിന് മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ നിങ്ങളോട് പറയുവാനുള്ള കാര്യങ്ങളുണ്ട്. ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം, എപ്പോ അന്വേഷിക്കണം, എന്തിന് അന്വേഷിക്കണം, അതെല്ലാം മനസ്സിലാക്കുവാൻ ദൈവം നിർബന്ധമാകട്ടെ. ദൈവം നമ്മൾക്ക് അടുത്തിരിക്കുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിക്കാം. ചില കാര്യം ദൈവം എവിടെ കൂടെ ഇരുന്ന് താഴോട്ട് നോക്കി ചില പ്രാണികളായ മനുഷ്യരെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ്. യേശു ലോകത്തിൽ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇമ്മാനുവേൽ. അത് എന്ത് പേരണം? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പണ്ട് ദൈവത്തിന്റെ ആലയത്തിലായിരുന്നു, തിരുനിവാസത്തിലായിരുന്നു.